കക്കടാശ്ശേരി കാളിയാർ മൂവാറ്റുപുഴ തേനി റോഡുകളിൽ നിത്യേനയുണ്ടാകുന്ന വാഹനാപകടങ്ങൾ ഒഴിവാക്കുവാൻ അടിയന്തര ഇടപെടലുകൾ അധികാരികൾ നടത്തണമെന്ന് മുൻ എംഎൽഎ എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 വർഷത്തിനിടെ 100-ലധികം വാഹനാപകടങ്ങളാണ് ഇരു റോഡുകളിലുമായി ഉണ്ടായത്. 14ഓളം ജീവനുകളാണ് ഈ റോഡിൽ വാഹനാപകടത്തിൽ മാത്രം പൊലിഞ്ഞത്. കക്കടാശ്ശേരി കാളിയാർ മൂവാറ്റുപുഴ തേനി റോഡുകളിൽ നിത്യേനയുണ്ടാകുന്ന വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ അധികാരികൾ നടത്തണമെന്ന് മുൻ എംഎൽഎ എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. റോഡ് ഉന്നത നിലവാരത്തിലാക്കിയതിനു ശേഷം ഇക്കഴിഞ്ഞ 2 വർഷത്തിനിടെ 100-ലധികം വാഹനാപകടങ്ങളാണ് ഉണ്ടായത്. ആയങ്കരയിൽ ഓട്ടോയും ബസ്സും തമ്മിൽ കൂട്ടിമുട്ടി 2 പേരും, ആയവന കടുംപിടിയിൽ കാറും ബൈക്കും തമ്മിലിടിച്ച് ഒരു യുവാവും, കടവൂരിൽ റോഡ് മുറിച്ചു കടന്ന വിദ്യാർത്ഥി കാറിടിച്ചും, പുന്നമറ്റത്ത് ഇലക്ട്രിക് പോസ്റ്റിൽ ബൈക്കിടിച്ച് MVIP ജീവനക്കാരനും മരിച്ചത് അടുത്ത നാളിലാണ്. ഓഗസ്റ്റ് 6 വൈകിട്ട് വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി കാശിനാഥൻ കല്ലൂർക്കാട് കോടക്കവലയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് വാൻ മുട്ടി മരിച്ചത് നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 155 കോടി രൂപ ചെലവഴിച്ചാണ് കക്കടാശ്ശേരി കാളിയാർ മൂവാറ്റുപുഴ തേനി റോഡുകളുടെ നിർമ്മാണം നടത്തിയത്. ശരാശരി 1 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിനായി സർക്കാർ ചെലവഴിച്ചത് 350 ലക്ഷം രൂപയാണ്. 1ാം LDF സർക്കാരിന്റെ ഭരണകാലയളവിൽ തയ്യാറാക്കിയ DPRൽ അനാവശ്യമായ ഭേദഗതികൾ വരുത്തി പദ്ധതി നടപ്പാക്കിയതാണ് വാഹനാപകടങ്ങൾ പെരുകുന്നതിന് മുഖ്യ കാരണം. വളവുകൾ നിവർത്താതെ നിർമ്മാണം നടത്തിയതും കുന്നുകളുടെ ഉയരം കുറയ്ക്കാതെ റോഡ് നിർമ്മിച്ചതും അപകടം വർദ്ധിപ്പിച്ചു. മൂവാറ്റുപുഴ തേനി റോഡിൽ കുന്നുകൾ താഴ്ത്തി റോഡ് നിർമ്മിക്കാത്തത് മൂലം യാത്രക്കാർക്ക് എതിരെ വരുന്ന വാഹനങ്ങൾ കാണാത്ത സ്ഥിതിയാണുള്ളത്. കക്കടാശ്ശേരി കാളിയാർ റോഡിൽ അപകടം വരുത്തിവെക്കുന്ന വിധം റോഡിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ നാളിതുവരെ മാറ്റി സ്ഥാപിച്ചിട്ടില്ലാത്തത് അധികാരികളുടെ അനാസ്ഥയാണെന്നും മുൻ MLA പറഞ്ഞു. യാത്രക്കാർക്ക് ബോധ്യമാകുന്ന വിധം അപകട സൂചന ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ലാത്തതും സീബ്ര ലൈനുകൾ, റിഫ്ലക്ടറുകൾ, ഡിവൈഡറുകൾ ആവശ്യം വേണ്ട ഇടങ്ങളിലില്ലാത്തതും അപകടങ്ങളുടെ ആക്കം കൂട്ടി. റോഡ് നിർമ്മാണത്തിന് മുൻപ് പുറമ്പോക്ക് ഭൂമി കണ്ടെത്തി റോഡിന്റെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുന്നതിൽ വീഴ്ചയുണ്ടായെന്നും എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി. പുഴയ്ക്ക് കുറുകെയുള്ള കക്കടാശ്ശേരി പാലത്തിന്റെ വശങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്റ്റീൽ ബ്രിഡ്ജ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയത് അധികാരികളുടെ ഗുരുതര വീഴ്ചയാണെന്നും മുൻ MLA പറഞ്ഞു. വിദ്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ, കടവൂർ കവലകളിൽ ട്രാഫിക് പോലീസ് സേവനം കാര്യക്ഷമമാക്കണമെന്നും റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാൻ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മുൻ MLA എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. ഒമാനിയ മൊബൈൽസ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.